ഒരിക്കലും നമുക്ക് വീട്ടാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്ന കടക്കണിയിൽ നമ്മൾ അകപ്പെട്ടാലും വിശ്വാസിക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നാണ്. കാരണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന ഏറെ പ്രിയങ്കരായ സഹോദരീ സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുപരിയിൽ അവൻ്റെ അർശിൽ ആരോഹിതനാണ്. അല്ലാഹു എവിടെയാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടി അല്ലാഹു ഫിസ്സമാ, അല്ലാഹു ഉപരിയിലാണ് എന്നാണ്. അർ റഹ്മാനു അലൽ അർശിസ്തവാ, പരമകാരുണ്യകൻ അർശിൽ ആരോഹിതനാണ് എന്നുള്ളതാണ്. പല കക്ഷികളും വിശ്വസിക്കുന്നത് പോലെ അല്ലാഹ് ഫീ കുല്ലി മക്കാൻ എന്ന വിശ്വാസം ഇസ്ലാമിനില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സ്ഥലത്തുമുണ്ട് എന്ന വിശ്വാസം ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ലെന്നർത്ഥം. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലുമെല്ലാം ദൈവമുണ്ട് എന്ന് ഹൈന്ദവരായ ആളുകൾ വിശ്വസിക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും അല്ലാഹു ഉണ്ട് എന്ന് സൂഫികൾ വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹു ഉപരിയിലാണ് എന്നാണ്. അല്ലാഹുവിൻ്റെ ദാത്തിൽ അല്ലാഹു 7 ആകാശങ്ങൾക്ക് മുപരിയിൽ അവൻ്റെ അർശിലാണ് എന്നതാണ്. അതേ അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിലും ഖുദ്റത്തിലും അറിവിലും കഴിവിലും അവൻ്റെ കാഴ്ചയിലും കേൾവിയിലും അവൻ വിശ്വാസികളെ സഹായിക്കുന്നതിലുമെല്ലാം അല്ലാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിൻ്റെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ്. വളരെ അർത്ഥവ്യാപ്തിയുള്ളൊരു ആയത്താണത്. നമ്മൾ ഒറ്റക്കാണെന്ന് നമ്മൾ കരുതാൻ പാടില്ല. മറിച്ച് നമ്മെ നിരീക്ഷിക്കുന്ന അല്ലാഹു ഉണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മളും നമ്മുടെ സുഹൃത്തും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സംസാരം മറ്റാരും കേൾക്കുന്നില്ലെന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. അല്ലാഹു അത് കേൾക്കുന്നുണ്ട്, അല്ലാഹു അത് കാണുന്നുണ്ട്, അല്ലാഹു മൂന്നാമനായി അവിടെയുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുജാദിലയിൽ പറയുന്നുണ്ട്, 3 ആളുകൾ ഒരു രഹസ്യ മീറ്റിംഗ് കൂടുമ്പോൾ 4-മനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണ്ടായിരിക്കുമെന്നാണ്. 5 ആളുകൾ മീറ്റിംഗ് കൂടുമ്പോൾ 6-മനായി അല്ലാഹു ഉണ്ടായിരിക്കുമെന്നാണ്. അതിൽ കൂടുതലോ കുറവോ ആകട്ടെ അല്ലാഹു നിങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾക്ക് ഏറെ സമാധാനം നൽകുന്നൊരു കാര്യമാണ് അല്ലാഹു കൂടെയുണ്ട് എന്നുള്ള വാക്ക്.
ആര് തന്നെ കൈയൊഴിഞ്ഞാലും, ആര് തന്നെ കൈവിട്ടാലും, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചാലും എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രിയ അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിനിടയിൽ സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ ആ ഗുഹക്കുള്ളിൽ അവർ താമസിക്കവേ ശത്രുക്കളുടെ കാലുകൾ ഗുഹക്കുള്ളിൽ വെച്ച് അവർ കാണുന്ന രംഗമുണ്ട്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, അവരിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ കാലിൻ്റെ അടിയിലേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേടി താൻ പിടിക്കപ്പെടുമോ എന്ന പേടിയല്ല, മറിച്ച് താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആക്രമിക്കപ്പെടുമോ എന്നുള്ള പേടിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മാ ലൊന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കർ, ഈ രണ്ടാളുകളെപ്പറ്റി നീ എന്താണ് വിചാരിച്ചത്? മൂന്നാമനായി അള്ളാഹുരുടെ കൂടെയുണ്ടായിരിക്കെ എന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയുടെ വാക്കുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയ അനുചരന് നൽകുന്നത്. സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്തിൽ ഈ വിഷയം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ, നീ ദുഃഖിക്കേണ്ടതില്ല. ഇന്നല്ലാഹ മഅനാ, നിശ്ചയമായും അല്ലാഹു തആല നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. എത്രമാത്രം വലിയ പ്രതീക്ഷയുടെ വാക്കുകളാണിത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലുകാരും ക്രൂരനായ അഹങ്കാരിയും ധിക്കാരിയുമായ ഫറോവയിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. സൂറത്തു ശുഅറായിൽ ആ കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ തീരുമാനമെന്നോണം ഫിർഔനിൻ്റെ ആ വലിയ സൈന്യം അവരെ കണ്ടുമുട്ടുന്നുണ്ട്. കടലിനും ഈ വലിയ സർവായുധ സജ്ജരായ സൈന്യത്തിനുമിടയിൽ പെട്ടുപോകുന്ന വല്ലാത്തൊരു രംഗം സൂറത്തു ശുഅറായിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ബനൂ ഇസ്രായേലുകാരുടെ പ്രതീക്ഷ മുറിഞ്ഞുപോയി, ആശ അറ്റുപോയി. അവർ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, മൂസ, നമ്മൾ കുടുങ്ങിയിരിക്കുന്നു, നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി നമുക്ക് രക്ഷയില്ല എന്ന രൂപത്തിലാണ് അവർ സംസാരിക്കുന്നത്. മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു മാർഗം കാണിച്ചു തരും. ഇതാണ് വിശ്വാസിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു, ഇനി ഈ രോഗം മാറുകയില്ല എന്ന് വിധിയെഴുതുന്നു. എന്നാലും വിശ്വാസിക്ക് പ്രതീക്ഷ അള്ളാഹുവിലാണ്. ഒരിക്കലും നമുക്ക് വീട്ടാൻ കഴിയില്ലെന്ന് വിചാരിക്കുന്ന കടക്കണിയിൽ നമ്മൾ അകപ്പെട്ടാലും വിശ്വാസിക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരുമെന്നാണ്. കാരണം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അള്ളാഹുവിന് കഴിയാത്ത കാര്യങ്ങളില്ല. ഈ ഒരു വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ. മൂസാ നബി അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലുകാരും അങ്ങനെ രക്ഷപ്പെടുന്ന രംഗം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് കടലിൽ അടിക്കാൻ പറയുകയും ആ കടലിൽ ഉണങ്ങിയ വടി രൂപപ്പെടുകയും അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതേ കടലിൽ ഫിർഔനെയും
അവൻ്റെ അനുയായികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഇതേ ചരിത്രത്തിൽ കുറച്ച് പിന്നോട്ട് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമും സഹോദരനും അഥവാ ഹാറൂൻ അലൈഹിസ്സലാമും ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ അവർ പറയുന്നുണ്ട്, അള്ളാഹുവേ, ഞങ്ങൾക്ക് ഭയമാണ്, ഫിർഔൻ ഞങ്ങളെ ആക്രമിച്ചേക്കുമോ എന്ന്. ആ സമയത്ത് അള്ളാഹ് പറഞ്ഞു, ലാ തഖാഫാ, നിങ്ങൾ രണ്ടുപേരും പേടിക്കേണ്ടതില്ല, ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ കാണുന്നുമുണ്ട് എന്നാണ്. അപ്പം അള്ളാഹു ഉണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണെങ്കിൽ അക്രമികൾക്ക് താക്കീതുമാണ് അത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കപടവിശ്വാസികളെപ്പറ്റി പറഞ്ഞല്ലോ, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നു, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മറച്ചുവെക്കുവാൻ അവർക്ക് സാധ്യമല്ല. വഹുവ മഅഹും, അള്ളാഹു അവരുടെ കൂടെയുണ്ട്. രാത്രിയിൽ ആരുമറിയാതെ ഒളിയജണ്ടകൾ സംഘടിപ്പിക്കുമ്പോൾ ഇതാരും കാണുന്നില്ലെന്ന് വിചാരിച്ച് അവർ പലതും ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നു, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മറച്ചുവെക്കാൻ അവർക്ക് സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം കൃത്യമായി നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുക. അവൻ്റെ ദാത്തിൽ 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിൽ ആരോഹിതനാണെങ്കിലും അള്ളാഹുവിൻ്റെ അറിവിലും കഴിവിലും അള്ളാഹു വിശ്വാസികളെ സഹായിക്കുന്നതിലും അവൻ്റെ കാഴ്ചയിലും കേൾവിയിലും എല്ലാം അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.